ഹലോ. അപ്പോൾ ഒരു ചെറിയ ഉറക്കം, ഒരു നല്ല റെസ്റ്റും കഴിഞ്ഞ് നമ്മളത് ഹോച്ചിമിൻ സിറ്റിയുടെ സ്ട്രീറ്റ് ലൈഫും നൈറ്റ് ലൈഫും കാണാൻ വേണ്ടി പുറത്തിറങ്ങി. ഇപ്പോൾ വൈകുന്നേരം ഒരു 5 മണി കഴിഞ്ഞായിരുന്നേ. ഈ സമയം ഉണ്ടാവും, സ്ട്രീറ്റെല്ലാം ഓണായി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതേപോലെ തന്നെ അത്യാവശ്യം നല്ല ട്രാഫിക് ഉള്ള ഒരു സിറ്റി ആട്ടോ ഹോച്ചിമിൻ സിറ്റി എന്ന് പറയുന്നത്. നടക്കുന്നതിനിടയിൽ ഞങ്ങൾ കുറേ റീലിന് വേണ്ടി വീഡിയോ എടുക്കാൻ വെച്ചു, പക്ഷെ പലതും പാളിപ്പോയി. അവസാനം മനസ്സിലായി ഞങ്ങളെ കൊണ്ട് ഇത് പറ്റൂല എന്ന്. അങ്ങനെ ആ ദൗത്യം ഞങ്ങൾ പിൻവലിച്ചു. ഇവിടുത്തെ ആൾക്കാർ ഈ ജ്യൂസ് ഷോപ്പിൻ്റെയും ഫുഡ് ഷോപ്പിൻ്റെ ഒക്കെ ഫ്രണ്ടിൽ ഒരു ചെറിയ 2-3 കസേരയും ഒരു ചെറിയ ടേബിളും ഇട്ട് അവിടെ ഫ്രണ്ട്സ് എടുത്തിട്ട് ഇങ്ങനെ സംസാരിച്ച് കുറേ നേരം ഇരിക്കുന്നുണ്ട് കേട്ടോ. എനിക്കത് ഭയങ്കര രസമായി തോന്നി. കാരണം വെച്ചാൽ ഇപ്പം നമ്മുടെ നാട്ടിൽ പലയിടത്തും നടക്കാത്തൊരു സംഭവമല്ല അത്. എനിക്കത് ഭയങ്കര അടിപൊളിയായി തോന്നി. അങ്ങനെ ഞങ്ങൾ നടന്നെത്തിയപ്പോൾ തൊട്ടപ്പുറത്ത് എന്തോ വലിയൊരു സ്റ്റേജ് സെറ്റ് ആവുന്നുണ്ട്. കണ്ടിട്ട് അടിപൊളി ലൈറ്റ് ഷോ ഒക്കെ വന്നിട്ട് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ പരിപാടി തുടങ്ങിയിട്ടില്ല. പക്ഷേ എന്തോ അടിപൊളി പരിപാടിയാണ് തോന്നുന്നു കണ്ടിട്ട്, സെറ്റപ്പ് എല്ലാം കണ്ടിട്ട്. അങ്ങനെ നമ്മൾ താമസിക്കുന്ന സ്ഥലം ഡിസ്ട്രിക്ട് 1 ആയിരുന്നു. അതിൻ്റെ തൊട്ടടുത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് പലയിടത്തേക്കും നടക്കാനുള്ള ദൂരം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ സ്ട്രീറ്റ് എക്സ്പ്ലോർ ചെയ്ത് കുറേ നടന്നു. നൈറ്റ് ആവുന്നിടത്തോളം സ്ട്രീറ്റ് എല്ലാം ഭയങ്കര ലൈവായി തുടങ്ങിയിരിക്കണം. അങ്ങനെ അവിടുന്ന് നടന്ന് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൂടെ ഭയങ്കര ഹിറ്റായ വിയറ്റ്നാമിലെ കോഫി അപ്പാർട്ട്മെൻറ്റിൻ്റെ അവിടെ എത്തി. കാണുമ്പോൾ തന്നെ നല്ല രസമായിരുന്നു കേട്ടോ. ഒരു ഫുൾ അപ്പാർട്ട്മെൻറ്റ് മൊത്തം കോഫി ഷോപ്പുകളുടെ ഇത് നല്ല രസമായിരുന്നു. അപ്പോഴേക്കും ബിൽ ബോർഡ്സൊക്കെ ലൈറ്റൊക്കെ ഇട്ടിട്ട് പല വെറൈറ്റി കളർ ലൈറ്റ്സും ഭയങ്കര കളർഫുള്ളായി മാറി സിറ്റി മൊത്തത്തിൽ കേട്ടോ. അപ്പോൾ നടപ്പിൻ്റെ ഇടയിൽ ഒരു ബബിൾ ടീ ഷോപ്പ് കണ്ടേ. എന്നാൽ ശരി ബബിൾ ടീ ആണെന്ന് വെച്ചു. അങ്ങനെ ഓർഡറും കൊടുത്ത് ബബിൾ ടീയും കാത്തിരുന്ന് ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ച് നേരം. അപ്പോഴേക്കും ഇതേ ബബിൾ ടീ എത്തി. ഓക്കെ, ഇതേ 2 പേര് ചിയേഴ്സ് അടിച്ചു. അങ്ങനെ ബബിൾ ടീയും കുടിച്ച് കുറച്ച് എനർജി ആയിട്ട് ഞങ്ങൾ ഫ്രണ്ടിലോട്ട് നടന്നു. അപ്പോൾ ഇതേ തൊട്ടപ്പുറത്തെ ഫുഡ് ഷോപ്പിൽ കുറച്ച് വെറൈറ്റി ഐറ്റംസ്. പിന്നെ ആദ്യത്തെ വന്ന ദിവസം തന്നെ വേറെ പണി കിട്ടണ്ടല്ലോ എന്ന് വെച്ചാൽ ഞങ്ങൾ ട്രൈ ചെയ്തില്ല. പിന്നീട് ആവട്ടെ എന്ന് വെച്ചു. അവിടെ ഞങ്ങൾ അവിടെ നിന്ന് നീങ്ങി. അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ബാമി ഷോപ്പ് ഉണ്ടായിരുന്നു. ബാമി എന്ന് പറഞ്ഞാൽ വിയറ്റ്നാമിലെ ഒരു ഫേമസ് ഒരു ബൺ ഐറ്റമാണ്. അതെന്ന് വെച്ചാൽ ബണ്ണ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ കുറേ സാലഡ്സും കുറേ സോസസും പിന്നെ കുറച്ച് പോർക്കോ ബീഫോ ഉണ്ടാവും. അപ്പോൾ അത് ഞങ്ങൾ ട്രൈ ചെയ്യാന്ന് പറഞ്ഞു. ഞങ്ങൾ മുന്നേ കണ്ട ഡ്രൈവർ ചേട്ടൻ ഞങ്ങൾ ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ ചേച്ചീനോട് ഒന്ന് വരാൻ പറഞ്ഞു. കാരണം വെച്ചാൽ ടേസ്റ്റ് അറിയേണ്ട വാങ്ങി കഴിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ആ ചേച്ചി ഇതേ നമുക്ക് വേണ്ടി ബാമി സൂപ്പറായിട്ട് ഉണ്ടാക്കി. ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാട്ടോ അവർ ഉണ്ടാക്കണേ. കാണുമ്പോൾ തന്നെ നമുക്ക് ഹൈജീനായി തോന്നും. അപ്പോഴേക്കും ഇതേ ഒരു ക്യൂട്ടി പൈ ഞങ്ങൾ പാസ് ചെയ്ത് പോയി. അങ്ങനെ ബാമി കിട്ടി. രാഹുൽ മോൻ ആദ്യത്തെ ഫസ്റ്റ് ബൈറ്റ് എടുത്തു ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, നല്ലതായിരുന്നു അവൻ്റെ എക്സ്പ്രഷനിൽ. ഓക്കെ, അവൻ ഗുഡ് അടിച്ചു. അങ്ങനെ ബാമിയും കഴിച്ച് ഞങ്ങൾ വീണ്ടും ഫ്രണ്ടിലോട്ട് കടന്നു. അപ്പോഴേക്കും സ്ട്രീറ്റൊക്കെ വീണ്ടും ആൾക്കാരായി തുടങ്ങി കേട്ടോ. ഇത് അവിടുത്തെ ഒരു സ്ക്വയറാണേ. ഇവിടെ ആൾക്കാർ ഈവനിങ്ങിൽ ഇങ്ങനെ വന്നിരിക്കുന്നുണ്ട്, കുറേ സംസാരിച്ചിരിക്കുന്നു. ഈ ഫൗണ്ടെയിനൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ഈ ഹോച്ചിമിൻ സിറ്റിൻ്റെ ആദ്യത്തെ പേരെന്ന് പറയുന്നത് സൈഗൺ എന്നായിരുന്നേ. പിന്നെ അവിടുന്ന് കുറേ യൂണിഫിക്കേഷനും ഇൻഡിപെൻഡൻസൊക്കെ കഴിഞ്ഞ് അവിടുത്തെ ലീഡർ ഹോച്ചിമിൻ എന്ന ലീഡറിൻ്റെ പേരാണ് ഇപ്പോൾ ഹോച്ചിമിൻ സിറ്റിക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊരു സെൻട്രൽ ഇൻഡിപെൻഡൻസ് റിലേറ്റഡ് എന്തോ ഒരു മൊനുമെൻ്റ് ആയിരുന്നു. ഈവനിങ് ആണെങ്കിൽ ഞങ്ങൾ കയറാൻ പറ്റില്ല. അവിടുന്ന് ഞങ്ങൾ നേരെ പോയി ബെൻതാം മാർക്കറ്റിലായിരുന്നേ. ഈ ബെൻതാം മാർക്കറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു വലിയൊരു ഏരിയേൻ്റെ ഉള്ളിലുള്ള ഒരു മാർക്കറ്റാണ്. കുറേ ഡ്രസ്സ്, കുറേ സാൻഡൽസ്, പിന്നെ കുറേ സുവീനിയേഴ്സ്, കുറേ എന്താ പറയുക ഡ്രൈ ഫ്രൂട്ട്സ്, അങ്ങനെ പല ഐറ്റംസ് കിട്ടുന്നതാണ്. പക്ഷേ ഇവിടെ കുറച്ച് ഓവർ പ്രൈസ്ഡാണ്. അത് നമ്മളെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്ത ഡ്രൈവറേട്ടൻ പറയുന്നത് ഇവിടെ കുറച്ച് ഓവർ പ്രൈസ്ഡാണ്. പിന്നെ നിങ്ങൾക്ക് നല്ല ബാർഗെയിൻ സ്കില്ലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉദ്ദേശിച്ച സാധനം വളരെ അവർ പറഞ്ഞ റേറ്റിനെക്കാട്ടും പാതിയിൽ താഴത്തിൽ നമുക്ക് വാങ്ങിയിട്ട് പോകാൻ പറ്റും. ഓക്കെ, പലരും തരില്ല, ചിലർ ഭയങ്കര കടുംപിടുത്തം പിടിച്ചിരിക്കും, പക്ഷെ ചിലർ തരും കേട്ടോ. അപ്പോൾ അത് നമ്മളെ ബാർഗെയിൻ സ്കില്ലിനനുസരിച്ചിരിക്കുക. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് സാധനങ്ങൾ, കുറച്ച് സുവീനിയേഴ്സൊക്കെ ഞാൻ ആദ്യം തന്നെ നോക്കി. കുറേ ഫ്രിഡ്ജ് മാഗ്നറ്റ് അതൊക്കെ 2-3 വാങ്ങിച്ചു. പിന്നെ നമ്മളൊരു ഹെയർ ക്ലിപ്പ് പോലത്തെ ഒരു സാധനം എടുത്തിരുന്നു. അപ്പോൾ അതിൻ്റെ യൂസേജ്, അത് എങ്ങനെ ഉപയോഗിക്കുക, അത് എങ്ങനെ പ്രോപ്പറായി വയ്ക്കുക എന്നുള്ളത് ആ ചേട്ടൻ തന്നെ നമ്മളെ മുടിയിൽ കാണിച്ചു തന്നു കേട്ടോ. പിന്നെ തമാശയ്ക്കായിട്ട് രാഹുൽ മോനെ നോക്കിയിട്ട് ആ ചേട്ടൻ പറഞ്ഞു, നിങ്ങളിത് നോക്കി പഠിച്ചോളൂ കേട്ടോ, നിങ്ങളെ ഭാര്യയ്ക്ക് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേ ഒരേ സ്വരത്തിൽ ഞങ്ങൾ 3 പേരും പറഞ്ഞു, ആ നടന്ന് തന്നെ ചേട്ടാ. ഞങ്ങൾ ചിരിക്കുന്നതുകൊണ്ട് ചേട്ടൻ ഞങ്ങളെ കൂടി ചിരിച്ചു. മനസ്സിലായിട്ടില്ലാണ്ടെന്നറിയില്ല. അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി നേരെ നടന്നപ്പോൾ 7-Eleven സൂപ്പർ മാർക്കറ്റ് ഉണ്ടോ. 7-Eleven ഭയങ്കര ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കര ഹിറ്റായിട്ടല്ലേ. ഞങ്ങളവിടെ കയറി കുറേ സാധനങ്ങൾ നോക്കി, കുറച്ച് സാധനങ്ങൾ ഡ്രിങ്ക്സൊക്കെ കുടിച്ചു. അപ്പോഴാണ് നമ്മൾ നേരത്തെ കണ്ട സ്റ്റേജിൻ്റെ അവിടുന്ന് കുറേ തീയൊക്കെ വരുന്നുണ്ട്. ഭയങ്കര ഒച്ചയും ബഹളും കുറേ ആൾക്കൂട്ടം. ഓക്കെ, അപ്പോൾ ശരി എന്നാൽ എന്താ നോക്കാമെന്ന് വെച്ചാൽ ഞങ്ങളും പോയി. അപ്പോഴത്തേ അവിടെ ഷോ തുടങ്ങിയിരിക്കണു. ഷോ തുടങ്ങുന്നത് പറഞ്ഞാൽ എന്തോ കോൺസേർട്ടാണ് തോന്നുന്നു കേട്ടോ. കുറേ നല്ല പാട്ടും നല്ല ഡാൻസും കുറേ ലൈറ്റ് ഷോയും
അടിപൊളിയായിരുന്നു. നേരത്തെ കണ്ട സ്ഥലമേ അല്ല, ഫുൾ ആൾക്കാർ നിരന്നിരിക്കുകയായിരുന്നേ. അപ്പോൾ ഒരു ലേഡി വന്ന് പാടുന്നുണ്ട്, പിന്നെ കുറച്ച് ആൾക്കാർ വന്ന് പാടുന്നുണ്ട്. അപ്പോൾ സ്റ്റേജ് എന്തായാലും തകർപ്പനായിക്കൊണ്ടിരിക്കുക. അടിപൊളി സ്റ്റേജും നല്ല മൂഡും നല്ല ലൈറ്റും നല്ല ആംബിയൻസും. അപ്പോൾ ഞങ്ങളും കുറേ നേരം അത് പാട്ട് കേട്ടിരുന്നു. പാട്ടിന് പിന്നെ ലാംഗ്വേജ് ഒന്നും ഇല്ലല്ലോ. ആ പാട്ട് ഞങ്ങളും കുറേ ആഘോഷിച്ചു, ആസ്വദിച്ചു, കുറേ ഡാൻസ് കളിച്ചു പാട്ടിൻ്റെ കൂടെ. അങ്ങനെ അടിപൊളിയായിരുന്നു കേട്ടോ. ആ ലേഡിയുടെ പാട്ടിന് ശേഷം പിന്നെ വേറൊരാൾ വന്നു. ആ ആൾ എനിക്ക് തോന്നുന്നു അത്യാവശ്യം അവിടെ നല്ലൊരു ഫേമസ് ആയിട്ട് ആളെ തോന്നുന്നു. കാരണം വെച്ചാൽ വരുമ്പോൾ തന്നെ പെൺപിള്ളേരൊക്കെ ഭയങ്കര ഒച്ചയും ബഹളും കയ്യടിയും ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ഏരിയയൊക്കെ അപ്പോഴേക്കും ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു കേട്ടോ. ഫുള്ള് ചുറ്റിനും ആൾക്കാർ, ചുറ്റും നേരത്തെ നമ്മൾ മുന്നേ കണ്ട ആ റോഡ് മൊത്തം ഫുൾ ആൾക്കാരായിരുന്നു, ഫുൾ ക്രൗഡായി മാറി. അങ്ങനെ നമ്മളും കുറച്ച് നേരം ആ പാട്ടിൽ വൈബ് ചെയ്യാന്ന് വെച്ചാൽ നമ്മളും നിന്നു. അങ്ങനെ കുറേ നേരം നമ്മൾ ആ പാട്ടൊക്കെ കണ്ടിരുന്നു. പാട്ട് രസമുണ്ടായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ നമ്മളെ കാണാൻ അവിടെ നിർത്താനുള്ള ടൈപ്പ് ഓഫ് ഒരു പാട്ടായിരുന്നു അത്. അങ്ങനെ നമ്മളും കുറേ നേരം ആ പാട്ടൊക്കെ എൻജോയ് ചെയ്തു, അടിപൊളിയാക്കി. ഇനി നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകണം. അപ്പോൾ നമ്മളൊന്ന് പയ്യെ മൂവ് ചെയ്യാമെന്ന് വിചാരിച്ചു. അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് തൊട്ടപ്പുറത്ത് ഒരു ചേട്ടൻ വെറൈറ്റി ഡാൻസ് കളിക്കണം. നല്ല രസമില്ലേ? ഒരു പൈപ്പിൻ്റെ ഇടയിൽ കുറേതായിട്ട്. അപ്പോഴേക്ക് രാഹുൽ മോൻ അത് കണ്ടപ്പോൾ വൈബായി, അവൻ ഇറങ്ങി, അവൻ്റെ കുറച്ച് ഡാൻസായി. അങ്ങനെ വീണ്ടും നമ്മൾ അവിടെ നിന്ന് നടന്നു. അതിന് തിരിച്ചു പോണ വഴിക്ക് ഒരു ഗാർഡൻ ഏരിയ കണ്ടു. ഗാർഡൻ ഏരിയ എന്ന് പറയുമ്പം അവിടെ എന്താ വെച്ചാൽ കുറേ നായ്ക്കുട്ടികൾ, എനിക്ക് തോന്നുന്നു അവരെ നടത്താനും അവർക്ക് റിലാക്സേഷനൊക്കെ ആയിട്ട് വേണ്ടി വന്നായിരിക്കും. അങ്ങനെ കുറേ ആൾക്കാരും അതിൻ്റെ ഓണേഴ്സും അവരും സംസാരിക്കുന്നു. നായ്ക്കൾ അവിടെ ഇങ്ങനെ ഓടിക്കളിക്കുന്നു. വേറെ എങ്ങോട്ടും നായ്ക്കൾ പോകണ്ട. നല്ല രസമായിരുന്നു കേട്ടോ അത് കാണാൻ. വീണ്ടും നമ്മൾ സ്ട്രീറ്റിലൂടെ നടന്നു. ഇനി കണ്ടോ, വീണ്ടും ഞാൻ ആദ്യം പറഞ്ഞല്ലോ കുറേ ആൾക്കാർ അപ്പുറത്തിരുന്ന് അവിടെ ജ്യൂസും ഫുഡൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴും ട്രാഫിക് ഉണ്ട് കേട്ടോ, റോഡിലൊക്കെ നിറയെ ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ അതും കടഞ്ഞ് നമ്മൾ വീണ്ടും നടന്നു. നമ്മളിപ്പോൾ ഇനി അടുത്ത പോകാൻ പോണത് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ബൂയിങ് വാ സ്ട്രീറ്റിലാണേ. ഈ ബൂയിങ് വാ സ്ട്രീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇവിടുത്തെ നൈറ്റ് ലൈഫിൻ്റെ മെയിൻ ഏരിയ എന്ന് പറയുന്നത്. ഒരേ ഒരു ബിയർ ഏരിയ ആണ് മൊത്തം. ബിയറും കുറേ പബ്ബുകളും പാർട്ടിയും ഒരു രക്ഷയില്ല. ഇത് ഫുള്ളൊരു ലോങ് ഡിസ്റ്റൻസ് സ്ട്രീറ്റാണ്. കുറേ ദൂരം നടക്കാനുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ. രണ്ട് സൈഡിലും അപ്പുറത്തും ഇപ്പുറത്തും ബാറും പബ്ബുകളുമാണ്. നല്ല രസമായിരുന്നു ഇത് കാണാൻ. ഈ ലൈറ്റുകൾ മൊത്തം അട്ടിപ്പൻ ലൈറ്റുകളാണ്. അതുപോലെ കുറേ ആൾക്കാർ സൈഡിൽ ഇരുന്നിട്ട് ഇതേ ബിയർ കുടിക്കുന്നുണ്ട്. അപ്പുറത്ത് കുറേ പബ്ബുകളിൽ ഡാൻസ് നടക്കുന്നുണ്ട്. കുറേ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നുണ്ട്. മൊത്തം ഒരു വൈബ് പാർട്ടി ഏരിയ ആയിരുന്നു ഇത്. പാർട്ടി ഏരിയ എന്ന് പറഞ്ഞാൽ അടിപൊളി പാർട്ടി ഏരിയ കേട്ടോ. നമ്മൾ വിചാരിക്കണ പോലെയല്ല, സൂപ്പർ ഏരിയ ആയിരുന്നു. ഭയങ്കര മൂഡായിരുന്നു. അങ്ങനെ നടക്കണ ഇടയിൽ ഒരു ചേട്ടൻ എന്താ റോഡിൽ നിന്ന് തീൻ്റെ കുറേ അഭ്യാസങ്ങളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കണ്ടു. കുറേ ഫോറിനേഴ്സ് ഉണ്ട് കേട്ടോ ഇവിടെ. കുറേ ആൾക്കാർ, നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ പറയാൻ പറ്റും. ഫുൾ ഓൺ സ്ട്രീറ്റ് മൊത്തം. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു ഫുൾ പാർട്ടി മൂഡായതുകൊണ്ട് ഞങ്ങളും ഒരു പബ്ബ് കയറി കുറേ ഡാൻസും കുറേ ഫുഡൊക്കെ അവിടെ നിന്നും കഴിച്ചു. അപ്പോൾ ഇതിലുണ്ടല്ലോ സ്റ്റേജിൻ്റെ മുകളിൽ ഇങ്ങനെ ആൾക്കാർ ഡാൻസ് കളിക്കുന്നത്, അവർ നമ്മളെ കുറേ ചിയർ ചെയ്യും. DJing ഉണ്ട്, നമുക്ക് അവരുടെ കൂടെ ജോയിൻ ചെയ്യാം. അങ്ങനെ നല്ല രസമായിരുന്നു. അവരുടെ കൂടെ നമുക്ക് ജോയിൻ ചെയ്ത് നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. അപ്പോഴേക്കും നമ്മൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ വന്നിരുന്നു. അപ്പോൾ ഞങ്ങളും ഫുഡൊക്കെ കഴിച്ചു. വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഒന്ന്. അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ചായിരുന്നേ. അപ്പോൾ വിശപ്പൊക്കെ മാറ്റി നമ്മൾ വീണ്ടും സ്റ്റേജിലോട്ട് ഇറങ്ങി. നമ്മളും കുറേ പാർട്ടി ചെയ്തു, കുറേ ഡാൻസ് ചെയ്തു. സ്ട്രീറ്റ് എപ്പോഴും ഫുൾ പവറാണ്. കുറേ ആൾക്കാർ അവിടെ നിന്നൊക്കെ വരുന്നുണ്ട്. ഫുൾ ലൈവാണ്, സ്റ്റേജും ഫുൾ ലൈവാണ്. എല്ലാം അടിപൊളിയായിരുന്നു. അങ്ങനെ ഇന്നത്തെ ദിവസം നൈറ്റ് നമ്മൾ ഫുൾ പവറാക്കി. ഇനി അടുത്ത ദിവസം ഫുൾ എനർജിയോട്ട് അടുത്ത സ്ഥലത്തിട്ട് നമുക്ക് പോകും. അപ്പോൾ അടുത്ത വ്ളോഗിൽ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് കാണാം. ഓക്കെ, ബൈ.